ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്നത്തെ റെസിപ്പി സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊത്തി അരിയുകയോ ഗ്രേറ്റ് ചെയ്തോ എടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നതാണ് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ എളുപ്പം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇഞ്ചി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയിൽ നിന്ന് കുറച്ച് നീര് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഒരുപാട് എടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇഞ്ചിയുടെ സത്തെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇഞ്ചിക്കറി ഒരു രുചിയില്ലാതായി മാറും. ഒരു ലേശം വേണമെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇഞ്ചിയിലെ വെള്ളം കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇഞ്ചി ഫ്രൈ ആയി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ ഏകദേശമൊക്കെ ഇഞ്ചി ആയി വരുന്നുണ്ട്. പക്ഷെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇഞ്ചി വറുത്ത് കിട്ടണം. ഇഞ്ചിക്കുള്ളിലെ വെള്ളം എല്ലാം പോണം. എന്നാൽ മാത്രമേ ഇഞ്ചിക്കറി കൂടുതൽ ദിവസം ഇരിക്കത്തുള്ളൂ. ഇപ്പൊ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ എണ്ണയിലോട്ട് തന്നെ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണിലും താഴെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും കായപ്പൊടി ചേർക്കാറില്ല. ഞാനിത് ചേർത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കായപ്പൊടി ചേർത്താൽ മതി. കായം ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് രുചി വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. സദ്യയിൽ നമ്മൾ പല വിഭവങ്ങൾ കഴിക്കുമ്പം ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് കായം ചേർത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ സൈസിലുള്ള പുളി 1/2 മണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് അരിച്ചെടുത്താണ് വെള്ളം ചേർക്കുന്നത്. ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ പുളിയും മധുരവും എരിവും ഒക്കെ സമ നിൽക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ടേസ്റ്റും കൂടെ നോക്കി വേണം ഇതിൽ പുളി ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ശർക്കര ആവുമ്പോൾ കറിക്ക് കുറച്ചുകൂടെ കളർ കിട്ടും, അത്രേ ഉള്ളൂ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, പുളിയും മധുരവും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇത് സദ്യയിലെ തൊടുകറിയാണ്. ഇച്ചിരി കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് ഇത് വിളമ്പേണ്ടത്. ഇലയിൽ വെച്ചാൽ ഒഴുകിപ്പോകാൻ പാടില്ല. ഇപ്പൊ തിള വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. സദ്യക്ക് കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ തയ്യാറാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്.
ഫ്രിഡ്ജിലാണെങ്കിൽ ഇത് കുറേ ദിവസങ്ങൾ കേടുകൂടാതെ ഇരിക്കും. പുറത്താണെങ്കിലും കുറച്ച് ദിവസങ്ങൾ ഇരിക്കുന്നതാണ്. പിന്നെ ചിലയിടത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാതെ സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ പിന്നെ അത് വിളമ്പുന്ന സമയത്താണ് അതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ സദ്യയിലെ പ്രധാന വിഭവമായ ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.